തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മഞ്ചേരിയുടെയും തിരൂരങ്ങാടി താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ ഭരണഘടനാ ദിനം ആചരിച്ചു. എടരിക്കോട് PKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സീനിയർ സിവിൽ ജഡ്ജിയും DLSA ജില്ലാ സെക്രട്ടറിയുമായ ഷാബിർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ലീഗൽ സർവീസ് ആക്ട് നിലവിൽ വന്നതും അവ നൽകുന്ന സേവനങ്ങൾ എന്നതിനെപ്പറ്റിയും വിദ്യാർത്ഥികളോട് സംവദിച്ചു. ഒരുപാട് കഠിന പ്രയത്നത്തിലാണ് ഈ ഭരണഘടന അനുസരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നമുക്ക് മൗലികാവകാശങ്ങളുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, തുല്യതയ്ക്കുള്ള അവകാശമുണ്ട്, അങ്ങനെ ഒരുപാട് മൗലികാവകാശങ്ങൾ പറഞ്ഞില്ല. അതിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു മൗലികാവകാശമാണ് റൈറ്റ് ടു ലൈഫ്, അഥവാ ജീവിക്കാനുള്ള അവകാശം. ഈ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് സൗജന്യ നിയമ സഹായം. ഇപ്പൊ നമുക്കറിയാം, ഈ എല്ലാവർക്കും ഒരു വക്കീലിനെ വെച്ച് കേസ് നടത്താനുള്ള സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സൗകര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അവർക്ക് അവരുടേതായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ അവർക്ക് കോടതിയെ സമീപിക്കണം. അപ്പൊ നമുക്കറിയാം, കോടതിയിൽ ഒക്കെ ഒരു കേസ് ഫയൽ ചെയ്യാന്നുള്ളത് പഴയ പോലെയല്ല. അതിൻ്റെതായ ചെലവുകളുണ്ട്, വക്കീലിന് ഫീസ് കൊടുക്കണം, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഇതിന് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾ എന്ത് ചെയ്യണം? അവർക്ക് അവരുടെ നീതി സംരക്ഷിക്കപ്പെടണ്ടേ, അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ എന്ന് തന്നെയാണ് 1997 നമ്മുടെ പാർലമെന്റ്. സ്കൂൾ മാനേജർ P. മുഹമ്മദ് ബഷീർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മലപ്പുറം DDE രമേഷ് കുമാർ KP മുഖ്യാതിഥിയായി. ഭരണഘടന എന്ത് എന്നതിനെപ്പറ്റി പ്രഭാഷണം നടത്തി. NSS വിദ്യാർത്ഥി ദിയ മുനീർ ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തു. മിൻഹ ഫാത്തിമ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വായിച്ചു. ഹെഡ്മാസ്റ്റർ അബ്ദുൾ മജീദ്, പ്രിൻസിപ്പൽ വിനോദ് കുമാർ, പ്രമോദ് വാഴങ്കര, അഹമ്മദ് PK എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. PLV ഖൈറുന്നീസ പരിപാടിക്ക് നേതൃത്വം നൽകി. PLVമാരായ സരിത, പാത്തുമ്മ സുഹ്റ, സദി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കറസ്പോണ്ടൻസ് മാനേജർ ആശിഷ് സ്വാഗതവും ലീഗൽ ലിറ്ററസി ക്ലബ് കൺവീനർ ഡോക്ടർ ആബിദ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കോട്ടക്കൽ.